ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു 4 മണി പലഹാരമായിട്ടാണ്. വേറൊന്നുമല്ല, പഴമില്ലാത്ത പഴംപൊരി. അപ്പോൾ പഴം എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ പഴത്തിന് പകരം ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പേരും കിട്ടുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പേരങ്ങൾ ഇട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിലെ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്താലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം പഴമില്ലാത്ത പഴംപൊരി. അപ്പോൾ ഇത് ബ്രെഡ് പൊരിയാണ്, അതുകൊണ്ട് ബ്രെഡ് ഞാൻ 5 സ്ലൈസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നടു കട്ട് ചെയ്തിട്ട് വെച്ചേക്കാണ്. സൈഡ് ഭാഗമൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളയാം, പക്ഷേ കളഞ്ഞാൽ അധികം ഒന്നും ഉണ്ടാവില്ല, കളയേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊരു 5 സ്ലൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ എടുക്കുന്നത് ചിലർ പഴംപൊരിക്ക് മൈദ ഉപയോഗിക്കും, ആട്ട ഉപയോഗിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ ആട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ താല്പര്യമില്ലാത്തവർക്ക് ആട്ടയിലും ഉണ്ടാക്കാം. അപ്പോൾ ആട്ട ഈ 5 സ്ലൈസ് ബ്രെഡിന് ആവശ്യമുള്ളത് ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ അധികം എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, പഴംപൊരിക്ക് നമ്മൾ ഒരു മഞ്ഞ കളറല്ലേ ഉണ്ടാവുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാറ്റർ യെല്ലോ കളർ ആക്കി എടുക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അല്പം ഉപ്പ്, അടുത്തത് പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ആവശ്യം വരില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലർ മധുരം ഒട്ടും കഴിക്കാത്തവരായിരിക്കും, ചിലർക്ക് മധുരം നന്നായിട്ട് വേണം. അപ്പോൾ പഴമൊക്കെ ആണെങ്കിൽ ഉള്ളിൽ പഴത്തിൻ്റെ ഒരു ടേസ്റ്റുള്ള കാരണം ആ പഴംപൊരിക്ക് അധികം മധുരം ആവശ്യം ഉണ്ടാവില്ല. ഇത് ബ്രെഡ് ആയതുകൊണ്ട് ബ്രെഡിന് മധുരം ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ടേസ്റ്റ് കൂടണമെങ്കിൽ കുറച്ചും കൂടിയും പഞ്ചസാര വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് നോക്കണ്ടേ. അപ്പോൾ ബാറ്ററിനുള്ള പാത്രം റെഡിയാക്കാം. അപ്പോൾ പാത്രം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മൈദ ആണെങ്കിൽ മൈദ, ആട്ടയാണെങ്കിൽ ആട്ട, അതൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് മധുരത്തിന് ആവശ്യത്തിന്, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. അതിന് ശേഷം എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബാറ്റർ ആക്കി എടുക്കുക. നല്ല തിക്ക് ബാറ്റർ തന്നെ ആക്കി എടുത്തോളൂ കേട്ടോ. അത് വെച്ചിട്ട് നല്ല കട്ടാക്കി എടുക്കരുത്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ പഴംപൊരിയുടെ ബാറ്റർ അറിയാലോ, അതുപോലെ തന്നെ ആക്കി എടുക്കുക കേട്ടോ. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കട്ടെ. ഇപ്പോൾ എൻ്റെ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ആ കളറ് ശരിക്കും ഒരു മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തതുകൊണ്ട് കേട്ടോ, ശരിക്കും ആ മഞ്ഞ ഉണ്ട്, കണ്ടോ ഇല്ലല്ലേ. നന്നായിട്ട് ഇളക്കി എടുക്കട്ടെ. അപ്പോൾ ബാറ്റർ കറക്റ്റ് പാകമായിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാണ് പാകം. പെട്ടെന്ന് ബാറ്റർ ആക്കി എടുത്തു കേട്ടോ, കാരണം സ്പൂൺ വെച്ചാക്കുമ്പോൾ എനിക്കൊരു തൃപ്തി കിട്ടാറില്ല. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചാൽ ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചാലേ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്റർ ശരിയായി കിട്ടും. അപ്പോൾ അതിന് കുറച്ച് നേരം കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് സാധാരണ പഴംപൊരി ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, ഓയിലാണെങ്കിൽ ഓയിൽ എടുക്കുക. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ബാറ്ററിൽ ബ്രെഡ് മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അത്രേ വേണ്ടൂ. ഇപ്പം ഞാൻ ബാറ്ററിലൊന്ന് മുക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളുടെ പഴം പോലെ അത്ര ഇതുണ്ടാവില്ല, ബ്രെഡ് ആയതുകൊണ്ടാണ് പറയുന്നത്. കൈയൊക്കെ നന്നായി സൂക്ഷിക്കുക, കാരണം വെളിച്ചെണ്ണ തെറിക്കും. അപ്പോൾ സൂക്ഷിച്ച് ഇതിലേക്ക് പതുക്കെ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണില്ലേ, അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക തീയ. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഇട്ട് വരുമ്പോഴത്തേക്കും ഇത് കരിയാൻ തുടങ്ങും. അപ്പോൾ ഒരു അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് സ്റ്റവ് ആക്കുക. ഇനിയും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ എല്ലാം ഇട്ടതിന് ശേഷം അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ അപ്പുറത്തേക്കും കൂടി എല്ലാം മറിച്ചിട്ടിട്ട് 2 ഭാഗം ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കല്ലേ. ചിലർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുണ്ടാവും, പക്ഷേ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പുതിയൊരു സ്നാക്കൊന്നും ആവില്ല. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നല്ല കഴിക്കുന്നത്.
ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ഡാൻസ് ടീച്ചർ മിഷയുടെ അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന്. ഈ ഒരു റെസിപ്പി നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ റെസിപ്പി ഇതാക്കാമെന്ന്. അപ്പോൾ എളുപ്പത്തിലുള്ള സ്നാക്സോ ഇല്ലെങ്കിൽ റെസിപ്പിയൊക്കെ വേണമെന്നാണ് എല്ലാവരും എൻ്റെ അടുത്തും കമൻറ്റ് ചെയ്ത് പറയാറ്. അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ, പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ കുട്ടികൾക്ക് കൊടുത്തു വിടാം കേട്ടോ, നമ്മുടെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു സ്നാക്ക് തന്നെയാണ്. ഈ ഒരു സ്നാക്ക് നമുക്ക് ചൂടോടെ കഴിക്കണമെന്നില്ല കേട്ടോ. അയ്യോ, ചൂടോടെ കഴിക്കണമെന്നില്ല എന്നല്ല പറയുന്നത്, ചൂടോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ. അതല്ല, തണുത്താലും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് ഇത് തണുത്ത് പോയി വെച്ചിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് വരില്ല. നമ്മൾ കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുത്തേക്കുമ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്തതൊക്കെ കൊടുത്തേക്കുമ്പോൾ തണുത്തിട്ട് കഴിക്കാൻ പറ്റാണ്ട് ഇത് കഴിക്കാൻ പറ്റില്ല അമ്മ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരില്ല. കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ്, കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സ്നാക്ക് ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുത്തേക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മളുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പഴമില്ലാത്ത പഴംപൊരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴമില്ലാച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പല്ലില്ലാത്തവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഇത് പൊട്ടിച്ച് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും കാണണില്ലേ, കണ്ട ഉൾഭാഗം നല്ല ആ ബ്രെഡിൻ്റെ അതേപോലെ തന്നെ പുറമെ മാത്രമാണ് നമ്മൾ ആ ബാറ്ററുടെ കോട്ടിങ് ഉള്ളൂ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്, കണ്ടില്ലേ. അപ്പോൾ ശരി, ഇനി പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ, താങ്ക് യു.